Hi friends, salt and pepper ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വിഭവം ചിക്കൻ നുറുക്കാണ്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. വറ്റൽമുളക് അല്ലെങ്കിൽ ചുവന്ന മുളക് 4 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ചതച്ച വറ്റൽമുളക് 2 സ്പൂൺ, നുറുക്ക് 50 ഗ്രാം, കറിവേപ്പില അരിഞ്ഞത് 2 സ്പൂൺ, പച്ചമുളക് അരിഞ്ഞത് 2 സ്പൂൺ, കറിവേപ്പില 3 തണ്ട്, കുരുമുളക് പൊടി 1 സ്പൂൺ, നാരങ്ങ 1 എണ്ണം, തക്കാളി സോസ് 2 സ്പൂൺ, സവാള ചെറുതായി അരിഞ്ഞത് 2 എണ്ണം, കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ, വെളുത്തുള്ളിയും കറിവേപ്പിലയും ചതച്ചത് 2 സ്പൂൺ, വെളുത്തുള്ളി അരിഞ്ഞത് 2 സ്പൂൺ, ഗരം മസാല 2 സ്പൂൺ, ചിക്കൻ 250 ഗ്രാം, വെളിച്ചെണ്ണ 250 ഗ്രാം. ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ആദ്യമായി ചെറിയ കഷ്ണങ്ങളാക്കിയ ചിക്കനിൽ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചതച്ചത് 1 സ്പൂൺ, ഒരു ലൈം കൂടി പിഴിഞ്ഞു ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിൽ ചതച്ച വറ്റൽമുളക് 1 സ്പൂൺ ചേർത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് ചിക്കനിൽ പുരട്ടി 20 മിനിറ്റ് മാറ്റിവെക്കുക. 20 മിനിറ്റിനു ശേഷം ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കി വെളിച്ചെണ്ണ 250 ഗ്രാം ചേർത്ത് അതിൽ മസാല പുരട്ടി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യുമ്പോൾ ആ എണ്ണയിലേക്ക് മുളകും കറിവേപ്പിലയും ചേർക്കുക. ഫ്രൈ ആയി കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് എടുത്തു വയ്ക്കുക. ഇനി ഒരു പാനിൽ 1 സ്പൂൺ എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി കറിവേപ്പില ചതച്ച കൂട്ട് 1 സ്പൂണും ക്രഷ്ഡ് ചില്ലി 1 സ്പൂണും അരിഞ്ഞ സവോള 1 സ്പൂണും ചേർത്ത് വഴറ്റിയ ശേഷം അല്പം ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇവ ചേർത്ത് ഇളക്കണം. കറിവേപ്പില അല്പം ചേർക്കുക. അവസാനം ടൊമാറ്റോ സോസും ചേർത്ത് ഇളക്കണം. അല്പം ലൈം പിഴിഞ്ഞ് ചേർക്കുക. അവസാനമായി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വച്ചിരിക്കുന്ന ചിക്കനും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഐറ്റമായ നുറുക്ക് കൂടി ചേർത്തിളക്കി ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ നുറുക്ക് റെഡി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, ആവോളം ആസ്വദിക്കുക. വീണ്ടും പുതിയ രുചിക്കൂട്ടുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.